ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്കൊരു സിമ്പിൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കാം. സിമ്പിൾ ആണെങ്കിലും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചിക്കറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നാടൻ കറി ആയ കാരണം നമുക്കൊരു മൺചട്ടിയിൽ ഉണ്ടാക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിടാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി. ഞാനിവിടെ 4 പച്ചമുളക് നീളന അരിഞ്ഞിട്ടിട്ടുണ്ട്. അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളന അരിഞ്ഞിടാം. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിടാം. പിന്നെ കുറച്ച് കറിവേപ്പില. അടുത്തത് പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്കൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കണേ. ഇനി ഇതെല്ലാം കൂടി നല്ല വൃത്തിയിലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുമ്പളങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് 450 ഗ്രാംസിൻ്റെ ഒരു കുമ്പളങ്ങയായിരുന്നു. ഇതിനെ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മേ ബി 250 to 300 ഗ്രാംസ് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 10 to 15 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴാണ് അതിൽ ഉപ്പും എരിവൊക്കെ പിടിക്കുക. ആ നേരം കൊണ്ട് നമുക്ക് നാളികേരപ്പാലും റെഡിയാക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കണേ. 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിട്ടാണ് 1 കപ്പ് രണ്ടാം പാൽ ഉണ്ടാക്കിയേക്കണേ. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിട്ടാണ് 1/2 കപ്പ് കട്ടിയിലെ പാലുണ്ടാക്കിയേക്കണേ. ദാറ്റ് മീൻസ് 1-ാം പാലുണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 2-ാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെക്കുകയാണ്. ഇത് നന്നായി തിളക്കട്ടെ. നിങ്ങൾ തേങ്ങയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ നാളികേരം ഫുള്ളായിട്ട് ചിരകിയെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് 1/2 കപ്പ് 1-ാം പാൽ എടുക്കുക. പിന്നെ എല്ലാം കൂടി നന്നായി അരച്ച് 1-1.5 കപ്പ് 2-ാം പാൽ എടുക്കുക. ഇപ്പോൾ ഇത് കുമ്പളങ്ങ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ദേ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇതിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കറിക്ക് കുറച്ച് പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം. ഇനി നമുക്ക് നല്ല കട്ടിയിൽ 1-ാം പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ കുറച്ച് കൂടിയാലും കുറയ്ക്കരുത്. ഈ കറിക്ക് തേങ്ങാപ്പാൽ നല്ലോണം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുമ്പളങ്ങ കറി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.